Subatomic particles, discovery and characteristics. അതായിനി subatomic particles. Subatomic particles എന്ന് വെച്ചാൽ എന്താ? Electron, protons and neutrons are three main subatomic particles that form an atom. അപ്പോൾ ഏതാ? ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും. ഇതാണ് three main subatomic particles that form an atom. Discovery of electron. ഇനി ഇലക്ട്രോണിൻ്റെ ഡിസ്കവറി. അപ്പം മൈക്കിൾ ഫാരഡേസ് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് വഴിയാണ് ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കാം. എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഇങ്ങനെയായിരുന്നു. ഒരു വാക്വം ട്യൂബ്, ഒരു കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബും അതിനകത്ത് വാക്വം പമ്പ് ഹൈ വോൾട്ടേജ് കടത്തിവിടുന്നു. കണ്ടോ, കാഥോഡ് ആനോഡും വെച്ചേക്കുന്നു. നമുക്ക് നോക്കാം. Glass tube is partially evacuated. Low pressure inside the tube. Very high voltage is applied across the electrodes. അപ്പോൾ എന്താ? ഗ്ലാസ് ട്യൂബ് എന്ന് പറയുന്നത് പാർഷ്യലി ഇവാക്യുവേറ്റ് ചെയ്തിട്ട് ലോ പ്രഷർ ആക്കുന്നു ട്യൂബിനകത്ത്. എന്നിട്ട് ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു ഇലക്ട്രോഡ്സിൻ്റെ. അപ്പം ഒബ്സർവേഷൻ എന്താ? Stream of particles move from cathode negative to the anode positive. These particles are known as cathode ray particles. അപ്പോൾ കണ്ടെത്തിയത് എന്താണെന്നാ ചോദിച്ചേക്കുന്നത്. കുറച്ച് പാർട്ടിക്കിൾസ് കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട് പോയി. ഈ പാർട്ടിക്കിൾസിനെ കാഥോഡ് റേ പാർട്ടിക്കിൾസ് എന്ന് വിളിച്ചു. ഇനി റിസൾട്ട് എന്താണെന്ന് നോക്കാം. Cathode ray move from the cathode to the anode. Cathode rays are not visible. They can be observed with the help of phosphorescent or fluorescent materials. അപ്പോൾ എന്താ പറയുന്നത്? കാഥോഡ് റേസ് എന്ന് പറയുന്നത് ഇവിടുന്ന് കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട് മൂവ് ചെയ്ത്. ഈ റേ പക്ഷേ വിസിബിൾ അല്ല. ഇത് കാണണമെങ്കിൽ ഫോസ്ഫറസെൻറ്റ് ഇല്ലെങ്കിൽ ഫ്ലൂറസെൻറ്റ് മെറ്റീരിയൽ സച്ച് ആസ് സിങ്ക് സൾഫൈഡ് വെച്ച് കാണാൻ പറ്റും. These rays travel in straight line in the absence of electric or magnetic field. എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രിക്കോ മാഗ്നറ്റിക് ഫീൽഡോ ഇല്ലെങ്കിൽ പോലും ഈ റേ സ്ട്രെയിറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. The behavior of the cathode ray is similar to that of negatively charged particles, അതായത് electron, in the presence of an electric or magnetic field. ഇവിടെ എന്താ പറയുന്നത്? കാഥോഡ് റേസ് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ബിഹേവിയർ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസായ ഇലക്ട്രോൺസിന് സിമിലർ ആയിരുന്നു എന്ന്. ഈവൻ ഇൻ പ്രസൻസ് ഇലക്ട്രിക്കോ മാഗ്നറ്റിക്കോ ഫീൽഡ് ഉണ്ടെങ്കിൽ പോലും. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് cathode rays do not depend upon the materials of the electrodes and the nature of the gas present in the tube. ആ ട്യൂബിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഗ്യാസിനെയോ ഇല്ലെങ്കിൽ ആ ട്യൂബിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ മെറ്റീരിയലിനെയോ ഒന്നും തന്നെ കാഥോഡ് റേസ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ലായിരുന്നു. ഡു നോട്ട് ഡിപ്പെൻഡ് മെറ്റീരിയൽ ഓഫ് ഇലക്ട്രോഡ്സ് ആൻഡ് നേച്ചർ ഓഫ് ദ ഗ്യാസ് പ്രസൻറ്റ് ഇൻ ദി ട്യൂബ്. കൺക്ലൂഷൻ എന്താ? ഈ കാഥോഡ് റേസ് കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രോൺസ്. എന്താ പറയുന്നത്? കാഥോഡ് റേസിനകത്താണ് എന്ത്? ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ഓൾ ആറ്റംസ്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താ? ബേസിക് യൂണിറ്റ് ഓഫ് ഓൾ ആറ്റംസ്. ഇതായിരുന്നു ആ എക്സ്പെരിമെൻ്റ് വഴിയുള്ള കൺക്ലൂഷൻ. ഇനി അടുത്ത ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാർജ് ടു മാസ് റേഷ്യോ എന്ന് പറഞ്ഞൊരു വാല്യൂ പഠിച്ചിട്ടുണ്ടല്ലോ. അത് ജെ തോംസണിൻ്റെ എക്സ്പെരിമെൻ്റ് വഴിയാണ് ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുന്നത്. ജെ തോംസൺ മെഷേർഡ് ദ റേഷ്യോ ഓഫ് ചാർജ് ടു മാസ് ഓഫ് ഇലക്ട്രോൺ ബൈ യൂസിങ് ദ ഫോളോയിങ് അപ്പാരറ്റസ്. ഈ അപ്പാരറ്റസ് വെച്ചാൽ ജെ തോംസൺ ആ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. He determined charge to mass ratio by applying electric and magnetic field perpendicular to each other as well as to the path of the electron. അതായത് ഇത് കണ്ടല്ലേ,
പെർപെൻഡിക്കുലർ ആയിട്ട് കാഥോഡിനും ആനോഡിനും പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കൊടുക്കുന്നു. ഒരു പാത്ത് ഉണ്ടോ, ആസ് വെൽ ആസ് ടു ദി പാത്ത് ഓഫ് ദി ഇലക്ട്രോൺസിൻ്റെ പാത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് അത് വെച്ച് കൊടുക്കുന്നു. The amount of the deviation of the particles from their path in the presence of an electric or magnetic field depends upon the magnitude of the negative charge on the particle. എന്താ ഇവിടെ പറയുന്നത്? അതായത് ഈ പാർട്ടിക്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ ഡീവിയേഷൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ആ പാത്തിൽ നിന്നുള്ള ഡീവിയേഷൻ്റെ എമൗണ്ട് ഡിപ്പെൻസ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് പറഞ്ഞേക്കുന്നത്. Magnitude of negative charge particle greater the magnitude on the particle greater the deflection. എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഡിഫ്ലക്ഷൻ ഗ്രേറ്റർ ആണെങ്കിൽ ആവുന്നത് എപ്പോഴാണ്? ആ മാഗ്നിറ്റ്യൂഡ് ഓഫ് പാർട്ടിക്കിൾ ഗ്രേറ്റർ ആവുകയാണെങ്കിൽ. അടുത്ത പോയിന്റ്, മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ലൈറ്റ് ഗ്രേറ്റർ ദ ഡിഫ്ലക്ഷൻ. അതായത് പാർട്ടിക്കിൾ ലൈറ്റ് ആണെങ്കിൽ പക്ഷേ ഡിഫ്ലക്ഷൻ ഗ്രേറ്റർ ആയിരിക്കും. അടുത്തത്, the strength of the electric or magnetic field. Stronger the electric or magnetic field, greater the deflection. അപ്പം 3 കാര്യങ്ങളാണ് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് ഗ്രേറ്റർ ആണെങ്കിൽ ഡിഫ്ലക്ഷൻ ഗ്രേറ്റർ ആയിരിക്കും. സ്ട്രെങ്ത് ഇലക്ട്രിക്കിൻ്റെയോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയോ സ്ട്രെങ്ത് ഗ്രേറ്റർ ആണെങ്കിലും എന്താ, ഡിഫ്ലക്ഷൻ ഗ്രേറ്റർ ആയിരിക്കും. പക്ഷേ പാർട്ടിക്കിൾ ലൈറ്റർ ആണെങ്കിലും greater the deflection. പാർട്ടിക്കിൾ ലൈറ്റർ ആണെങ്കിൽ greater the deflection. ഈ ഒബ്സർവേഷൻസ് എന്താ, ഈ എക്സ്പെരിമെൻ്റ് വഴി കിട്ടിയ ഒബ്സർവേഷൻസ് അത് നോക്കാം. When only electric field is applied, the electron deviate to point A. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഇലക്ട്രോൺസ് ഡീവിയേറ്റ് ചെയ്ത് പോയിന്റ് എയിൽ വന്ന് നിൽക്കുന്നത്. അടുത്തെന്താ, when only magnetic field is applied, the electrons strike point C. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് എവിടെ വന്നിരിക്കുന്നത്? ഈ പോയിന്റിൽ വന്നിരിക്കും, സി. നെക്സ്റ്റ് ഒബ്സർവേഷൻ, ഓൺ ബാലൻസിങ് ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് the electrons hit the screen at the point B as in the absence of electric or magnetic field. എന്താ പറയുന്നത്? അതായത് ഇലക്ട്രോൺസും മാഗ്നറ്റിക്കും ഫീൽഡിൽ ബാലൻസ് ചെയ്ത് വരുന്നില്ല. അവിടെ ഇലക്ട്രോൺ ഹിറ്റ് ചെയ്യുന്ന ഏത് പോയിന്റിലാണെന്നാണ് പറയുന്നത്? ഈ പോയിന്റ്, ബി പോയിന്റ്. അങ്ങനെ റിസൾട്ടിൽ വന്ന് എന്താ റിസൾട്ട്? E by mc is equal to 1.758820 into 10 raised to 11 coulomb per kilogram. ഇതാണ് എന്ത് വാല്യൂ? ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. ഈ എക്സ്പെരിമെൻ്റ് വഴി ജെ തോംസൺ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ചാർജ് ഓൺ ഇലക്ട്രോൺ, മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിച്ച ആരാണ്? മില്ലിക്കൻ്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് വഴിയാണ് കണ്ടുപിടിച്ചേക്കുന്നത്. അതായത് ചാർജ് ഉണ്ട്, അത് ജസ്റ്റ് റിസൾട്ട് മാത്രം നോക്കിയിരുന്നാൽ മതി. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. മാസ് എന്ന് പറയുന്നത് ഈ ബൈ മറ്റേ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച മാസ് 9.94 into 10 raised to minus 31 kilogram. ഇനി ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ. Electric discharge carried out a modified cathode ray tube led to the discovery of particles carrying positive charge. These are known as canal rays. These positively charged particles depend upon the nature of gas present in them. The behavior of these positively charged particles is opposite to that of the electrons or cathode rays in the presence of an electric or magnetic field.
The smallest and the lightest positive ion is called proton, obtained from hydrogen. അപ്പോൾ എന്താ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഡിസ്ചാർജ് ഉണ്ടല്ലോ, ഈ മോഡിഫൈ ചെയ്ത കാഥോഡ് റേ ട്യൂബിനകത്തോട്ട് ഇലക്ട്രിക് ഡിസ്ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടുപിടിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ചാർജ്, കനാൽ റേസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആ റേസ് ഉണ്ടല്ലോ, കാഥോഡ് റേസ്, അത് അതിനകത്ത് എന്തുണ്ടെന്നാണ് പറഞ്ഞത്, ഇലക്ട്രോൺ. അതാണ് പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ക്യാരിയും ചെയ്യുന്ന റേസിന് കനാൽ റേസ് എന്ന് പറയുന്നു. ഈ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ഡിപ്പെൻഡ് അപ്പോൺ ദി നേച്ചർ ഓഫ് ഗ്യാസ് പ്രസൻറ്റ് ഇൻ ദം. ഡിപ്പെൻഡ്സ് ചെയ്യുന്നുണ്ട് ആ ഗ്യാസ് പ്രസൻറ്റ് ഇൻ ദം. The behavior of these positively charged particles is opposite to the electrons or cathode rays in the presence of an electric or magnetic field. എന്താ ഇവിടെ പറയുന്നത്, ഇലക്ട്രിക്കോ മാഗ്നറ്റിക്കോ ഫീൽഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രസൻസിൽ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ബിഹേവിയർ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്തുമായിട്ട്, ഇലക്ട്രോണായിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ നമ്മൾ പറഞ്ഞെന്താ കാഥോഡ് റേസ് ആയിട്ടോ അതിൻ്റെ ബിഹേവിയറുമായിട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും. അത് നമുക്ക് ഓൾറെഡി അറിയാം. ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവും പ്രോട്ടോൺ എന്ന് പറയുന്നത് ഈ പോസിറ്റീവായിട്ടുള്ള ഇതാണെന്ന് അറിയാമല്ലോ. അതിൻ്റെ കൺക്ലൂഷനിലാണ് ഇവർ എത്തിച്ചേരുന്നത്. The smallest and lightest positive ion is called a proton, അതായത് obtained from hydrogen. അടുത്ത ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ. ന്യൂട്രോൺ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ന്യൂട്രോൺസ് ആണ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. എന്താ ന്യൂട്രോൺസ് എന്ന് പറയുന്നത്, എന്താ ന്യൂട്രലാണ്. They were discovered by Chadwick by bombarding a thin sheet of beryllium with alpha particles. അപ്പം ഇത് ഡിസ്കവേർഡ് ചെയ്തത് ചാഡ്വിക്ക്. എങ്ങനെയായിരുന്നു, എ തിൻ ഷീറ്റ് ഓഫ് ബെർലിയം വിത്ത് ആൽഫ പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ തോംസണിൻ്റെ അറ്റോമിക് മോഡൽ, അതായത് ജെ തോംസണിൻ്റെ അറ്റോമിക് മോഡലിൽ എന്താ കണ്ടുപിടിച്ചത്, ആറ്റം ഈസ് ഡിവിസിബിൾ. ഡു യു റിക്കോൾ Dalton atomic theory? Dalton postulated in his theory that an atom is indivisible. However, the later discoveries of proton and electron proved this is to be erroneous. മനസ്സിലായല്ലോ. ഡാൾട്ടൺ എന്താ പറഞ്ഞിരുന്നത്, ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണെന്ന്. പക്ഷേ പിന്നെ പ്രോട്ടോണിനെയും ഇലക്ട്രോണിനെയും കണ്ടുപിടിച്ചെന്ന് നമ്മൾ കണ്ടു. അതിൽ നിന്ന് എന്ത് മനസ്സിലായി, ആറ്റം എന്ന് പറയുന്നത് ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി. In 1886, while carrying out an experiment in a gas discharge tube, E. Goldstein discovered positively charged radiation, which led to the discovery of the subatomic particles called protons. Gas discharge tube, E. Goldstein എന്ത് കണ്ടുപിടിച്ചു, പോസിറ്റീവ്ലി ചാർജ്ഡ് റേഡിയേഷൻ. അങ്ങനെയാണ് എന്ത് സബറ്റോമിക് പാർട്ടിക്കിൾസ്, പ്രോട്ടോണിൻ്റെ ഡിസ്കവറി. ലേറ്റർ Thomson discovered another type of subatomic particles, negatively charged electron. Consequent to these discoveries, an atom was no longer indivisible, rather it became a sum total of differently charged subatomic particles. എന്താ ഇവിടെ പറയുന്നത്, ഈ രണ്ട് പാർട്ടിക്കിൾസും അതായത് ഇലക്ട്രോണും പ്രോട്ടോണും കണ്ടുപിടിച്ചതിൽ വഴി നമുക്ക് എന്ത് മനസ്സിലായി, ആറ്റം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിസിബിൾ ആയിട്ടുള്ള സാധനം അല്ല. ആറ്റം എന്ന് പറയുന്നത് ഡിവിസിബിൾ ആണ്. ആക്ച്വലി ആറ്റം എന്ന് പറയുന്നത് എന്താ, എ സം ടോട്ടൽ ഓഫ് ഡിഫറെൻറ്റ് ചാർജ് സബറ്റോമിക് പാർട്ടിക്കിൾസ്. സബറ്റോമിക് പാർട്ടിക്കിൾസ് ഏതാണെന്ന് മനസ്സിലായല്ലോ, നേരത്തെ പറഞ്ഞു ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും. അപ്പം we know that an atom is neutral. It is made up of an equal number of oppositely charged particles, proton and electrons. Now the question that arises is this: how are the subatomic particles arranged inside an atom? അതായത് എന്താ പറയുന്നത്, ആറ്റം എന്ന് പറയുന്നത് ന്യൂട്രൽ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെന്ന് പറയുന്നത് എന്താ, ഈക്വൽ നമ്പർ ഓഫ് ഓപ്പോസിറ്റ്ലി ചാർജ് പാർട്ടിക്കിൾസ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം എന്ന് മനസ്സിലായി.
പ്രോട്ടോണും ന്യൂട്രോൺസിൻ്റെയും. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നു, അവർക്കൊരു ഡൗട്ട്, എന്താ ഈ ആറ്റോമിക് പാർട്ടിക്കിൾസ് ആറ്റത്തിനകത്ത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്? അതാണ് നെക്സ്റ്റ്. ആ തിയറീസാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമെന്ന് പറഞ്ഞിരുന്നത്. ഡാൾട്ടൻ്റെ തിയറി ഓൾറെഡി പറഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് അപ്പോൾ സബാറ്റോമിക് പാർട്ടിക്കിൾസ് അറേഞ്ച്ഡ് ഇൻസൈഡ് ആൻ ആറ്റം, ഇതിനെക്കുറിച്ച് അടുത്ത പറയുന്നത്, മെനി സയൻറ്റിസ്റ്റ് പെർഫോംഡ് വേരിയസ് എക്സ്പെരിമെൻറ്റ് ടു ഡെവലപ്പ് ഡിഫറെൻറ്റ് മോഡൽസ് ഫോർ ദി സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം. ആറ്റമിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് കുറേ മോഡൽസുകൾ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദ ഫസ്റ്റ് സച്ച് മോഡൽ വാസ് പ്രൊപ്പോസ്ഡ് ബൈ ജെ തോംസൺ. ജെ തോംസണിൻ്റെ തന്നെ ആയിരുന്നു ആദ്യത്തെ മോഡൽ. His atomic model is compared to a plum pudding and a watermelon. Hence it is known by the name plum pudding model. അറ്റോമിക് മോഡൽ എന്ന് പറയുന്നത് ജെ തോംസണിൻ്റെ അറ്റോമിക് മോഡൽ ഒരു പ്ലം പുഡിംഗ് മോഡലുമായിട്ട് കമ്പയറിങ് ഉള്ളതായിരുന്നു, അല്ലെങ്കിൽ വാട്ടർമെലൺ മോഡൽ. അതുകൊണ്ട് ആ മോഡലിനെ പ്ലം പുഡിംഗ് മോഡൽ എന്നാണ് വിളിച്ചിരുന്നത്. ഇനി അടുത്ത് പ്ലം പുഡിംഗ് മോഡലിനെ കുറിച്ചാണ് പറയുന്നത്. Let us understand Thomson atomic model with the help of a slice of watermelon. The slice consists of a red edible portion with embedded black seed. എന്താ പറയുന്നത്, തോംസൻ്റെ അറ്റോമിക് മോഡലിനെ ഒരു വാട്ടർമെലൻ്റെ സ്ലൈസുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാമെന്ന്. ഈ സ്ലൈസിനകത്ത് റെഡ് എഡിബിൾ പോർഷൻ ഉണ്ടല്ലോ, വിത്ത് എംബഡഡ് ബ്ലാക്ക് സീഡ്. ആ റെഡ് കളർ പോർഷനിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന, അതിനകത്ത് കുരു കാണത്തില്ലേ, കറുത്ത കുരു, അങ്ങനത്തെ ഉള്ളൊരു വാട്ടർമെലോണിൻ്റെ സ്ലൈസുമായിട്ട് തോംസൻ്റെ അറ്റോമിക് മോഡൽ കമ്പയർ ചെയ്യാം. അപ്പം ഇനി എന്താ, നൗ ഇഫ് വി ലൈക്കൻ ദിസ് വാട്ടർമെലോൺ ടു ആൻ ആറ്റം, then as per Thomson model the positive charge in the atom is spread all over the red edible part and the negatively charged particles like the seed are embedded in this positively charged space. Okay, അതായത് ആ റെഡ് എഡിബിൾ പോർഷന് പോസിറ്റീവ് ചാർജ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നു, സീഡ്സിനെ നെഗറ്റീവ് ചാർജ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയായിരുന്നു തോംസൺ. In the same way, we can liken an atom to a plum pudding. In this case, the positive charge is spread all over the pudding, while the negative charged particles are embedded like plums in this positively charged space. എന്താ പറയുന്നത്, ഈ സെയിം രീതി ആറ്റം എന്ന് പറയുന്നത് പ്ലം പുഡിംഗ് മോഡലിന് സിമിലറാണ്. അതായത് പോസിറ്റീവ്ലി ചാർജ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഓൾ ഓവർ ദ പുഡിംഗ്, വൈൽ ദ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് എംബഡ് ചെയ്തേക്കുക കുറച്ച് അവിടെ ഇവിടെ ഇൻ ദിസ് പോസിറ്റീവ്ലി ചാർജ് സ്പേസിൽ. അക്കോർഡിംഗ് ടു തോംസൺ മോഡലിൻ്റെ ഫോട്ടോ ഉണ്ടല്ലേ, ആ പിക്ചർ നോക്കുക. ഇത് ഇത്രയും പോസിറ്റീവ്ലി ചാർജ്, ആ ബ്ലൂ പോർഷൻ, ഇതിനകത്ത് സീഡ്സ് പോലെ റെഡ് കളറിൽ നെഗറ്റീവ് ചാർജ് എംബഡ് ചെയ്തിരിക്കുന്നു. An atom consists of a positively charged spheres with electrons embedded in it. ഇതുപോലെ ആറ്റമിനകത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പിയറിനകത്ത് ഇലക്ട്രോൺസ് എംബഡ് ചെയ്ത് വെച്ചേക്കുന്നു എന്നാ പറയുന്നത്. The negative and positive charge present inside an atom are equal in magnitude. Therefore, an atom as whole is electrically neutral. നെഗറ്റീവും പോസിറ്റീവും ചാർജസ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, ആറ്റത്തിനകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഈക്വലാണ്. അതുകൊണ്ട് ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്നാണ് പറയുന്നത്. കാഥോഡ് റേസ് എക്സ്പെരിമെൻറ്റ് വഴിയാണ് ഇത് ജെ തോംസൺ ഡിസ്കവർ ചെയ്തത് കേട്ടോ. വൈ ദ പ്ലം പുഡിംഗ് മോഡൽ ഫെയിൽ. ഇനി എന്താ പറയുന്നത്, എന്തുകൊണ്ടാണ് പ്ലം പുഡിംഗ് മോഡൽ ഫെയിൽ ആയെന്ന്. ദ പ്ലം പുഡിംഗ്
model of an atom was unable to explain the findings of Rutherford experiment while studying radioactivity. Rutherford ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. ആ എക്സ്പെരിമെൻറ്റിൽ അതിനെക്കുറിച്ചുള്ള എൻ്റെ ഫൈൻഡിങ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. എന്തിന്? ഈ പ്ലം പുഡിംഗ് മോഡലിൽ. റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റ് നോക്കാം. In an experiment with gold foil, Rutherford bombarded the gold foil with alpha particles. With the Thomson model as the basis, Rutherford expected small deviation. However, his findings were different from what was expected. എന്താണെന്ന് വെച്ചാൽ ഗോൾഡ് ഫോയിൽ വെച്ചൊരു എക്സ്പെരിമെൻ്റ് റൂദർഫോർഡ് നടത്തിയിരുന്നത്. അല്ലേ, ഗോൾഡ് ഫോയിൽ. ആ ഗോൾഡ് ഫോയിലിനകത്തോട്ട് ആൽഫ പാർട്ടിക്കിൾസ് കടത്തി വിടുന്നത്. അങ്ങനെയായിരുന്നു എക്സ്പെരിമെൻറ്റ്. എന്നിട്ട് റൂദർഫോർഡ് എക്സ്പെക്റ്റ് ചെയ്തത് എന്താ? സ്മോൾ ഡീവിയേഷൻസാണ് എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് വളരെ വ്യത്യാസപ്പെട്ടതായിരുന്നു. വിചാരിച്ചതേ അല്ല. അങ്ങനെ ആസ് വി ഗോ ഫർദർ ഇൻ ടു ദിസ് ലെസൺ വി വിൽ ലേൺ മോർ അബൌട്ട് റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്, his observation and his conclusion. We will also learn the atomic model that he came up with on the basis of his conclusion. ഇതിനകത്ത് നമുക്ക് നോക്കാം. സെറ്റപ്പ് റൂദർഫോർഡ്. സെറ്റപ്പ് ഒന്നും അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, എന്തായാലും ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. എ തിൻ ഗോൾഡ് ഫോയിൽ, ഒരു ഡിറ്റക്ടർ സ്ക്രീൻ, ആൽഫ പാർട്ടിക്കിളും ഫോയിൽ ബോംബാർഡഡ് വിത്ത് ഫാസ്റ്റ് മൂവിങ് ആൽഫ പാർട്ടിക്കിൾസ്. ഇങ്ങനെയാണ്. ഇനി ഒബ്സർവേഷൻ എന്താണെന്ന് നോക്കാം. വാട്ട് റൂദർഫോർഡ് എക്സ്പെക്റ്റഡ്. Rutherford expected that the alpha particles would pass straight through the foil and only a small fraction of alpha particles would deflected. This expectation was in compliance with Thomson atomic model. തോംസൻ്റെ പ്ലം പുഡിംഗ് മോഡലില്ലേ, അതിന് എതിരായിപ്പോയി. അങ്ങനെയാണ് ശരിക്കും തോംസൻ്റെ അറ്റോമിക് മോഡലിൻ്റെ ബേസിസിൽ ചെറിയൊരു ഡീവിയേഷൻ മാത്രമാണ് പ്രതീക്ഷിച്ചിരുന്നത്. വാട്ട് റൂദർഫോർഡ് ഒബ്സർവ് ചെയ്തത്. റൂദർഫോർഡ് ഫൈൻഡിങ്സ് വൈ കോൺട്രറി ടു ഹിസ് എക്സ്പെക്റ്റേഷൻ. ശരിക്കും നല്ല എതിരായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് എന്താണോ അതിന് തിരിച്ചടി പോലെ ഒബ്സർവ് ചെയ്തത്. നോക്കൂ. Most of the fast moving alpha particles pass straight through the gold foil. Okay. ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിലിന് സ്ട്രെയിറ്റ് ചെയ്തു പോയി. സം പാർട്ടിക്കിൾസ് were deflected through the foil by small angles. ചെറിയ ആംഗിൾസിൽ ചില പാർട്ടിക്കിൾസൊക്കെ ഡിഫ്ലക്റ്റ് ചെയ്തു. 1 out of every 12,000 particles rebounded. That is, they got deflected by an angle of 180 degree. 180 ഡിഗ്രി ആംഗിളിൽ ചില പാർട്ടിക്കിൾസൊക്കെ റീബൗണ്ട് ചെയ്തു. വാട്ട് റൂദർഫോർഡ് കൺക്ലൂഡ് ഫ്രം ഹിസ് ഒബ്സർവേഷൻ. എന്താണ് അപ്പോൾ റൂദർഫോർഡ് ഈ ഒബ്സർവേഷനിൽ നിന്ന് കൺക്ലൂഡ് ചെയ്തത്? അത് നോക്കാം. റൂദർഫോർഡ് then carefully studied his observation and made the following conclusions. റൂദർഫോർഡ് വീണ്ടും നന്നായിട്ടിരുന്ന് ഒബ്സർവ് ചെയ്ത് ഈ കൺക്ലൂഷനിൽ എത്തിച്ചേർന്നു. ഏതൊക്കെയാ? ഫസ്റ്റ് കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ മോസ്റ്റ് ആൽഫ particle pass through the gold foil without any deflection. This indicates that most of the space inside an atom is empty. അതായത് ചില ആൽഫ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ഗോൾഡ് ഫോയിലിലൂടെ ഡിഫ്ലക്ഷൻ ഒന്നും നടത്തിയില്ലല്ലോ, അല്ലാതെ പോയില്ലേ. ആ സ്ഥലമൊപ്പം എല്ലാം ആറ്റത്തിൻ്റെ ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് എത്തിച്ചേർന്നു. Very few particles suffered a deflection from their path. This means that the positive charge occupies very little space inside an atom. കുറച്ച് പാർട്ടിക്കിൾസ് മാത്രമേ എന്ത് ചെയ്തുള്ളൂ, അവരുടെ പാത്തിൽ നിന്ന് ഡിഫ്ലക്റ്റ് ആയിട്ടുള്ളൂ. ഇതർത്ഥം ചെയ്യുന്നത് എന്താ? പോസിറ്റീവ് ചാർജ് ഓക്യുപ്പൈസ് വെരി ലിറ്റിൽ സ്പേസ് ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിനകത്ത് കുറച്ച് സ്ഥലത്ത് മാത്രമേ പോസിറ്റീവ് ചാർജ് ഉള്ളൂ. Next point, only a small fraction of particles underwent a 180 degree deflection. This shows that the entire positive charge and mass of an atom are present within a very small volume inside the atom. അതും പോസിറ്റീവ് ചാർജും മാസ് ഓഫ് ആൻ ആറ്റം
പ്രസൻറ്റിന് വെരി സ്മോളായിട്ട് കുറച്ച് വോളിയത്ത് മാത്രമേ ഉള്ളൂ, പ്രസൻറ്റ് ചെയ്തെന്നുള്ളൂ എന്നാ മനസ്സിലായി. ഇതാണപ്പം കണ്ടോ Rutherford's atomic model. Based on his conclusion in the gold foil experiment, Rutherford devised his own atomic model. സ്വന്തമായിട്ടൊരെണ്ണം കണ്ടുപിടിച്ചു. The major features of the Rutherford atomic model or the nuclear model of an atom are follows. അപ്പം റൂദർഫോർഡിൻ്റെ അറ്റോമിക് മോഡലിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആൻ ആറ്റം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. First point, an atom consists of a nucleus as its center and all the protons are present inside this nucleus. ഒരു ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട് സെൻറ്ററിൽ, ആൻഡ് ഓൾ പ്രോട്ടോൺസ്, എല്ലാ പ്രോട്ടോൺസും അതിനകത്താണ് ഇരിക്കുന്നത്. എന്തിനകത്ത്? ന്യൂക്ലിയസിനകത്താണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇലക്ട്രോൺസ് റിസൈഡ് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ പുറത്താണ് ഇലക്ട്രോൺസ് ഉള്ളത്. ആൻഡ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ വെൽ ഡിഫൈൻഡ് ഓർബിറ്റ്. ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓർബിറ്റിനകത്താണ് ഈ ന്യൂക്ലിയസിൽ ഈ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് പോയിന്റ്, ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഇസ് വെരി സ്മോൾ ആസ് കമ്പയർഡ് ടു ദി സൈസ് ഓഫ് ദ ആറ്റം. എന്താണെന്ന് വെച്ചാൽ ആറ്റത്തിൻ്റെ സൈസിനെക്കാട്ടി വളരെ ചെറുതാണ് ന്യൂക്ലിയസിൻ്റെ സൈസ്. As per Rutherford calculation, the nucleus is 10⁵ times smaller than the atom. അതായത് ആറ്റത്തിൻ്റെ സൈസിൽ 10⁵ ടൈംസ് സ്മോളർ ആണ് എന്തിൻ്റെ സൈസ്? ന്യൂക്ലിയസിൻ്റെ സൈസ്. Since the mass of the electrons is negligible as compared to the mass of protons, almost all the mass of the atom is concentrated in its nucleus. എല്ലാ മാസും ഇലക്ട്രോൺസിൻ്റെ മാസ് നെഗ്ലിജിബിൾ ആണെങ്കിലും കമ്പയർഡ് ടു ദി മാസ് ഓഫ് ദ പ്രോട്ടോൺ, പക്ഷേ ഓൾമോസ്റ്റ് ഓൾ ദ മാസ് ഓഫ് ദ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ഇറ്റ്സ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്താണ് ആറ്റത്തിൻ്റെ മുഴുവൻ മാസും അതിനകത്തോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇലക്ട്രോൺസിൻ്റെ മാസം എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ മാസുമായിട്ട് വെച്ച് നോക്കുമ്പോൾ വളരെ ഒന്നുമില്ല. ഇതാണ് റൂദർഫോർഡ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? റൂദർഫോർഡ് ഓൾസോ നോട്ടീസ്ഡ് എന്താ, the actual mass of the nucleus was much more higher than the sum of the masses of proton and electron. കുറച്ചേ ഉള്ളെന്ന് പറഞ്ഞല്ലോ പ്രോട്ടോണിൻ്റെ മാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ്. എന്നാൽ പ്രോട്ടോണിൻ്റെ ഇലക്ട്രോണിൻ്റെ മാസ് കൂട്ടി വരുമ്പം ഉള്ള മാസിനെ കാട്ടി ഹയർ ആണ്. എന്തിൻ്റെ മാസിനെ കാട്ടി? ന്യൂക്ലിയസിൻ്റെ ആക്ച്വൽ മാസിനെ കാട്ടി. This led him to predict that nucleus contains some kind of neutral particles whose mass must be equal to that of proton. ഇതിൽ നിന്ന് റൂദർഫോർഡിന് എന്ത് മനസ്സിലായി? പ്രോട്ടോൺ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണിൻ്റെ മാസിന് ഇക്വലൻ്റ് ആയിട്ട് വേറെ എന്തോ ഒരു ന്യൂട്രൽ പാർട്ടിക്കിൾ ഉണ്ട്, അതായത് ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും എന്ന് പ്രഡിക്റ്റും ചെയ്തു. ദിസ് വാസ് എക്സ്പെരിമെൻ്റലി പ്രൂവ്ഡ് ബൈ ജെയിംസ് ചാഡ്വിക് in the year 1932. He proved that the nucleus of the atoms contain an additional neutral particle and called them neutrons. ഈ ഒരു പ്രഡിക്ഷനാണ് ജെയിംസ് ചാഡ്വിക്കിനെ എന്ത് കണ്ടുപിടിക്കാൻ പ്രേരിപ്പിച്ച്? ന്യൂട്രോൺസ്. The mass of these neutrons is equal that of the protons. ന്യൂട്രോൺസിൻ്റെ മാസ് എന്തിൻ്റെ മാസുമായിട്ട് ഇക്വലൻ്റാ? പ്രോട്ടോണിൻ്റെ മാസുമായിട്ട് ഇക്വലൻ്റാ. ഓക്കെ, നെക്സ്റ്റ്, Bohr's atomic model. The shell model of an atom. In the 19th century, scientists researched on the dispersal of white light into its constituent 7 colors known as spectrum. അതായത് സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച് വൈറ്റ് ലൈറ്റ് ഡിസ്പേഴ്സ്ഡ് ആയി പോകുന്നു 7 കളറായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ടെന്ന്. ഇതിനെ സ്പെക്ട്രം എന്ന് വിളിക്കാൻ തുടങ്ങി. അതാണ്ടേ നമുക്കറിയാമല്ലോ സ്പെക്ട്രം. ഡിസ്പേർഷൻ വരുമ്പോൾ വിബ്ജി ഓർ കളർ കിട്ടും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. The spectrum was used for analyzing newly discovered elements. It was observed that this spectrum was different for different elements.
ഈ സ്പെക്ട്രം അനലൈസ് ചെയ്ത് എന്ത് പുതിയ പുതിയ എലമെൻറ്റ്സ് ഉണ്ടെന്നും ഈ എലമെൻറ്റ്സ് ഓരോ സ്പെക്ട്രത്തിനകത്ത് ഓരോ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കാണുമെന്നുമുള്ള ഒബ്സർവേഷൻ ഉണ്ടായി. ഇനി അപ്പോൾ എന്തായി? നൗ ദ above observation could not be explained using Rutherford model of an atom. ഈ ഒബ്സർവേഷന് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് thus Niels Bohr made some modification to Rutherford model. The modified atomic model of the Niels Bohr is also known as the shell model of an atom. അപ്പം അതിന് റൂദർഫോർഡിൻ്റെ മോഡൽ വെച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നീൽസ് ബോർ എന്ത് ചെയ്ത് കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ഒരു മോഡൽ ഉണ്ടാക്കി. അറ്റോമിക് മോഡലിൻ്റെ പേരാണ് ഷെൽ മോഡൽ ഓഫ് ആൻ ആറ്റം, ബോർസ് മോഡൽ ഓഫ് ആൻ ആറ്റം. ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ, അതായത് നെക്സ്റ്റ് പീരിയോഡിക് ടേബിളിനകത്ത് ഇത് വരുന്നുണ്ട്. അപ്പം ഞാൻ പറയാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്കും. താങ്ക് യു.